ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 4-ാം പ്രതി സ്കൂൾ ജീവനക്കാരൻ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷയും താമരശ്ശേരിയിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരും. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SK. ഈ വിവാദമായ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെ ശാസ്ത്രീയമായി മുന്നോട്ട് പോയി. അതിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഏറ്റവും ഒടുവിലാണ് അതിൽ ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത അബ്ദുൽ നാസറിനെ കൂടി അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ, ആ പ്രതിയെ കസ്റ്റഡിയിൽ വേണം, വിശദമായി ചോദ്യം ചെയ്യണം. കാരണം ഇത് എത്ര കാലഘട്ടത്തിൽ ഇത് നടന്നിട്ടുണ്ട്, ആർക്കൊക്കെ വേണ്ടി ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തിട്ടുണ്ട്, സമാനമായ പരാതികൾ പലതും ഉയർന്നതുകൊണ്ട് അത്തരമൊരു പരിശോധനയിലേക്കും ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ഇന്ന് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അത് പരിഗണിക്കുകയാണ്. ഇതുകൂടാതെ ഈ MS സൊല്യൂഷൻ്റെ CEO മുഹമ്മദ് ഷുഹൈബിൻ്റെ ജാമ്യ ഹർജി കൂടി ഇന്ന് പരിഗണിക്കുകയാണ്. ഈ കേസ് സമാനമായ രീതിയിൽ മറ്റിടത്ത് നടന്നോ എന്നുള്ള കാര്യം കൂടി ഈ ക്രൈംബ്രാഞ്ചിൻ്റെ രഹസ്യ അന്വേഷണം നടക്കുന്നുണ്ട് SK. ഏതായാലും ഒരു വളരെ കൃത്യമായ ഒരു പരീക്ഷാ സംവിധാനത്തെ അട്ടിമറിക്കാൻ നടന്ന ആസൂത്രിതമായ ഒരു ക്രൈമാണ് ഇത് എന്നുള്ളതാണ് കോടതിയിൽ പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മിക്കവാറും കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ പരിഗണിച്ച് കസ്റ്റഡിയിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം SK. താങ്ക് യു.